മലയാള സിനിമ പ്രേക്ഷകരുടെ നിലവാരം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനിടയിലാണ് 1ഉം 2ഉം 3ഉം പാർട്ടുകൾ ഇറക്കി വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ജോർജ് കുട്ടി ഒരു ശിക്കാരി ശംഭുവിനെ പോലെ രക്ഷപ്പെട്ട് നടക്കുന്ന ഒരാളാണെങ്കിലോ അത്രയും വലിയൊരു ബ്രില്യൻസ് അയാൾക്ക് ഇല്ലെങ്കിലോ അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് ജിത്തു ജോസഫിൻ്റെ പുതിയ ദൃശ്യം. ദൃശ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറി തന്നെയാണ്. എസ്പെഷ്യലി എല്ലാ തവണയും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ വളരെ ട്വിസ്റ്റ് നിറഞ്ഞതും അതുപോലെ തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു ക്ലൈമാക്സിലൂടെ തന്നെയാണ് ഈ സിനിമയും അവസാനിക്കുന്നത്. അതും ലാലേട്ടൻ്റെ ആ കണ്ണടക്കൽ സീനിലൂടെ. പക്ഷേ ഇത്തവണ ഒരു തുള്ളി കണ്ണുനീർ കൂടി അവിടെ നിന്ന് പൊടിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൃശ്യം 1 തിയേറ്ററിൽ കാണാൻ വേണ്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ കണ്ടിറങ്ങി വന്നിട്ട് ഒരാൾ പറയുകയാണ്, ഓക്കെ വരണ്ട് ബോഡി പോലീസ് സ്റ്റേഷൻ്റെ അടിയിലുണ്ടേ എന്ന് അയാൾ സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാൽ തിരില്ലേ. പക്ഷേ ദൃശ്യം 3 സ്പോയിൽ ചെയ്യാൻ ഇത്തിരി പാടാണ്. ദൃശ്യം 1 അടുത്ത് നിൽക്കുന്നതും അതുപോലെ തന്നെ റിയാലിറ്റിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ദൃശ്യം 3 ആണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ ദൃശ്യം 3 സംഭവങ്ങളെല്ലാം നാച്ചുറലി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ജോർജ് കുട്ടിയുടെ പെൺമക്കളുടെ വിവാഹവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നാട്ടുകാർക്കിടയിൽ ഈ പഴയ കേസും കാര്യങ്ങളും തീർച്ചയായിട്ടും ചർച്ചയാകും. വരുണിൻ്റെ മാതാപിതാക്കളും പോലീസുകാരും ഇതിലെന്തായാലും ഇടപെടാതിരിക്കുമൊന്നുമില്ല. അവർ തീർച്ചയായിട്ടും ജോർജ് കുട്ടിയുടെ പുറകിൽ സൈലൻ്റ് ആയിട്ടാണെങ്കിലും ഉണ്ടാവും. അതാണ് നമ്മൾ ദൃശ്യം 2 പ്രതീക്ഷിച്ചത്. സെക്കൻഡ് പാർട്ടിൽ ജോർജ് കുട്ടി കുറ്റകൃത്യം ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടു എന്ന് പറഞ്ഞത് അതൊരു വരുത്തി വെച്ച ഒരു സിറ്റുവേഷൻ പോലെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ ഇത്തവണ എല്ലാം നാച്ചുറലി സംഭവിച്ച കാര്യങ്ങളാണ്. ഫസ്റ്റ് ഹാഫ് കുറെ കൂടി നമുക്ക് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. ജോർജ് കുട്ടിയുടെ ആ ഒരു കുടുംബത്തോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിക്കഴിയുമ്പോൾ സിനിമ ഫാസ്റ്റാണ്. എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സ് ആണെങ്കിലും ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്. അത് വളരെ സ്പീഡിലുള്ള ട്രാൻസിഷൻസും കാര്യങ്ങളുമാണ്. അതായത് ക്ലൈമാക്സ് അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ടൈം കൊടുത്തില്ല എന്നെനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്നാണ് കാര്യങ്ങൾ പടപടേന്ന് പറഞ്ഞാൽ മാറുന്നത്. ക്ലൈമാക്സ് ഗംഭീരമാണെന്ന് തോന്നുമെങ്കിലും സിനിമ കഴിയുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ അത് കുറേ തവണ റിവൈൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓക്കെ എന്നൊക്കെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു പേസ് എനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. കുറച്ചുകൂടി ടൈം അതിനുവേണ്ടി കൊടുക്കായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. ജോർജ് കുട്ടിയുടെ ആ ഒരു പഴയ മാനറിസംസും ക്യാരക്ടറും എല്ലാം കീപ്പ് ചെയ്യാൻ വേണം. പക്ഷേ അതേസമയം തന്നെ തൻ്റെ സിറ്റുവേഷൻ കൊണ്ട് താൻ ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുകയും വേണം. ആ ചേഞ്ച് എല്ലാം ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജോൺ ഇതിൽ തിരിച്ചു വരുന്നുണ്ട്. പുള്ളി പെർഫോം ചെയ്തത് നല്ലതാണ്. ബട്ട് ചില കാര്യങ്ങൾ സിനിമയിൽ ട്രോളായിട്ട് വന്നിട്ടുണ്ട്. ഷാജോണിൻ്റെ കണ്ണിലെ ചുവപ്പ് നിറം, വീണ നന്ദകുമാറിൻ്റെ ക്യാരക്ടർ, ഇതെല്ലാം കുറച്ച് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇൻഫാക്റ്റ് അത് ട്രോൾ ചെയ്യപ്പെടും. അത്തരത്തിലുള്ള 1-2 കാര്യങ്ങൾ ഈ സിനിമയിൽ കുറച്ച് ഫണ്ണി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വീണ നന്ദകുമാറിൻ്റെ റോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു റോളായിട്ട് മാറ്റാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നല്ലൊരു തുടക്കം ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ ത്രൂ ഔട്ട് ആ ഒരു രീതിയിൽ നിലനിർത്താൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ജോർജ് കുട്ടിയുടെ ആ ഒരു ക്യാരക്ടർ ആർക്കാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യന് അയാൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അയാൾ ഒരുപാട് മാറ്റും. ഇപ്പോൾ തന്നെ നമ്മുടെ പഴയ ജോർജ് കുട്ടിയാണ്, പഴയ ജീവിതവുമായിട്ടാണ് അയാൾ പോയിരുന്നതെങ്കിൽ ഇന്ന് കാണുന്ന ജോർജ് കുട്ടിയായിട്ട് അയാൾ മാറില്ലായിരുന്നു. അയാളുടെ പഴയ വീടും അയാളുടെ പഴയ ജീപ്പും കുട്ടികളും ഭാര്യയുമായിട്ട് അയാൾ അവിടെ തന്നെ കൃഷിയും കാര്യങ്ങളുമായിട്ട് അയാൾ ഒതുങ്ങിക്കഴിഞ്ഞേനെ. പക്ഷേ ലൈഫിലുണ്ടായ ചേഞ്ചസ് അയാളുടെ ക്യാരക്ടറിനെയും അയാളുടെ ലൈഫ് സ്റ്റൈലിനെയും ഒരുപാട് മാറ്റിമറിച്ചു. ഓരോ പാർട്ട് കഴിയുമ്പോഴും അത് വളരെയധികം വിസിബിളാണ്. എന്തായാലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ ഒരാളാണ്. പോലീസിനെ എങ്ങനെ പറ്റിക്കാം എന്ന് ആക്റ്റീവ്ലി ഫുൾ ടൈം പുള്ളിയുടെ മൈൻഡ് ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ജോർജ് കുട്ടി ലേൺ ചെയ്യുന്നത് സിനിമയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അയാളുടെ ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പതുക്കെ തൻ്റെ ഉള്ളിലും ഒരു ക്രിമിനൽ ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും സിനിമ കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.